ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ ബീവിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ മുസ്തഫ നബി അർദ്ധരാത്രി കാണാനില്ല. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി വല്ലാതെ വിഷമിച്ചു പോയി. ആയിഷ ബീവി പെട്ടെന്ന് അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ പ്രിയതമനെ തപ്പി നോക്കുമ്പോൾ വിരിപ്പിൽ കാണാനില്ല. ആകപ്പാടെ ബേജാറിലായി, വെപ്രാളത്തിലായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി. താഴോട്ട് കട്ടിലിൽ നിന്നും ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും എന്റെ പ്രിയതമൻ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അടുക്കിലേക്ക് പോയോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യ വല്ലാതെ മനസ്സിൽ ശങ്കിച്ചു പോവുകയാണ്. എന്നാലും ആയിഷ ബീവി അതുകൊണ്ടൊന്നും നിന്നില്ല. ആയിഷ ബീവിയുടെ മനസ്സ് പിന്നെയും പോയി, എന്റെ പ്രിയതമൻ അവിടെ അങ്ങ് മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ ബഖീഅ എന്ന് പറയപ്പെടുന്ന 10,000കണക്കിന് സഹാബത്ത് ഇന്ന് മറവിട്ട് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖീഉൽ ഗർഖദ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവിടെ ഖബറടക്കം ചെയ്യപ്പെട്ട ഖബറാളികൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അർദ്ധരാത്രി ഒറ്റക്ക് നടന്ന് പോവുകയാണ്. ആരും തന്നെ കാണുന്നില്ല, ആരുടെയും സഹായമില്ലാതെ ജന്നത്തുൽ ബഖീയിലേക്ക് അർദ്ധരാത്രി നടന്നുപോയി. പരിശുദ്ധ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി അവിടെ എത്തി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന രംഗം എന്തായെന്നറിയോ? ലോകത്തിന്റെ നായകർ പൊട്ടി കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കാരുണ്യവാനല്ലോ, നീ നന്നായി പൊറുക്കുന്നവനല്ലോ. അല്ലാഹുമ്മ ഇൻ തഗ്ഫിർ ലഹും ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. പടച്ചോനെ, ഇനി നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, നിന്റെ അടിമകളാണവർ, നിന്റെ അടിമകളാണിവർ അല്ലാഹ്. എന്നാലും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പൊട്ടി കരഞ്ഞിട്ട് താടി രോമങ്ങളിലൂടെ അവിടുത്തെ കണ്ണുനീര് ഒഴുകി ഇറങ്ങുന്ന കാഴ്ച കണ്ടിട്ട് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ വല്ലാതെ സങ്കടപ്പെട്ട് അവിടുന്ന് പൊട്ടി കരഞ്ഞു. ആയിഷ ബീവിനേതാ കണ്ണുനീര് തുടച്ചപ്പോൾ റസൂലുള്ളാഹ് കാണുന്നു. ആയിഷ, നീ ഇവിടെ എത്തിയോ? ആയിഷ, നീ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉറങ്ങുമ്പോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ രാത്രി എണീറ്റപ്പോ നിങ്ങളെ കാണാതെയായപ്പോ എന്റെ മനസ്സ് പെട്ടെന്ന് പോയത് ബാക്കി ഏതെങ്കിലും ഭാര്യമാരുടെ അടുക്കലേക്ക് നിങ്ങൾ പോയോ എന്നുള്ള ശങ്ക. അതിനുശേഷം എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവോ. അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, ഞാൻ നിന്നെ ചതിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോടി? ഇന്നത്തെ ദിവസം ഏതാ എന്നറിയോ? ഇത് ശഅബാൻ 15 ഇത് ബറാഅത്തിന്റെ രാവാണ്. ഇന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റത്തിന്റെ പുറത്തുണ്ടാകുന്ന രോമത്തിന്റെ കണക്കനുസരിച്ച് ആളുകളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ആയിഷ, പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ मदीना के जाए ये जी चाहता है, मुकद्दर बनाए ये जी चाहता है, मदीना के आका दो आलम का मौला तेरे पास आए ये जी चाहता है, तेरे पास आए ये जी चाहता है. सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम, सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम. अल्लाहुम्मा सल्लि अला मुहम्मद या रब्बि सल्लि अलैहि वसल्लिम. പുന്നാര നബിയ കാണുന്നതിന്നാ പുന്നാര റൗളയിൽ പോകുന്നതിന്നാ ഓമനം വീശുന്ന റൗള സുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂങ്ങുന്നതെന്നാണ് പുന്നാര നബിയ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ ഓമനം
റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ്